അപ്പൊ എപ്പോഴും മുതലാണ് ഉത്തരായനത്തിൽ പോകുന്നത് സൂര്യൻ? മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം. 6 മാസക്കാലം സൂര്യൻ ഏത് ഭാഗത്താണ് ഉള്ളത്? ഉത്തരായനത്തിലാണുള്ളത്. ഉത്തരായനം എന്ന് പറഞ്ഞാൽ വടക്ക്, ദക്ഷിണായനം എന്ന് പറഞ്ഞാൽ തെക്ക്. കർക്കിടകം മുതൽ 6 മാസക്കാലം സൂര്യൻ ദക്ഷിണായനത്തിലും, മകരം മുതൽ 6 മാസക്കാലം സൂര്യൻ ഉത്തരായനത്തിലുമാണ്. മകരസംക്രമ സൂര്യോദയം എന്ന് പറഞ്ഞാൽ ശബരിമലയ്ക്ക് വിളക്കത്തിക്കലല്ല. അങ്ങനെ ഒരു ധാരണയാണ് ഇപ്പോഴത്തെ നമ്മുടെ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ ജന്തുക്കൾക്കുള്ളത്. അവർ ധരിച്ചു വെച്ചിരിക്കുന്ന ശബരിമല വിളക്കത്തിക്കലാണ് മകരസംക്രാന്തി. ശബരിമല നിങ്ങൾ വിളക്ക് കത്തിച്ചിരിക്കാന്ന് വെച്ചോ, അടച്ചു കൂട്ടിയിട്ടാലും ശരി മകരസംക്രാന്തി ഉണ്ടാവും. മകരസംക്രാന്തി എന്ന് പറയുന്നത് സൂര്യനാണ് നിശ്ചയിക്കുന്നത്. ശബരിമല അയ്യപ്പനല്ല, ഭഗവാൻ കൃഷ്ണനല്ല, നിങ്ങളോ ഞാനോ അല്ല. പ്രകൃതിയിൽ സംഭവിക്കുന്നതാണ് മകരസംക്രാന്തി. സൂര്യന്റെ ഗമനാഗമനങ്ങൾക്കനുസരിച്ച് നടക്കുന്നതാണ് മകരസംക്രാന്തി. അങ്ങനെ മകരസംക്രാന്തി മുതൽ ഉത്തരായനത്തിൽ പോകുന്ന കാലത്താണ് ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ, ഉത്സവം, നവീകരണ കലശം, അങ്ങനെയുള്ള പല പരിപാടികളും ആവിഷ്കരിച്ച് ക്ഷേത്രങ്ങളൊക്കെ ഒരു ദേവന്മാരെ കൊണരുന്നത്. അപ്പോൾ സൂര്യൻ ദക്ഷിണായനത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ദേവന്മാര് ഉറക്കത്തിന് പോകുന്നു. സൂര്യൻ ഉത്തരായനത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ദേവന്മാര് ഉണരുന്നു. അപ്പോൾ ഉണർന്ന സമയത്താണ് മകരസംക്രാന്തിക്ക് ദേവന്മാർ ഉണരുന്ന സമയമാണ്. അതുകൊണ്ട് മകരസംക്രാന്തി മുതൽ അങ്ങോട്ടുള്ള 6 മാസക്കാലം ദേവോത്സവങ്ങളുടെ കാലമാണ്. ദേവന്മാർക്ക് ഉത്സവകാലമാണ്. ആ സമയത്ത് മാത്രമേ പ്രതിഷ്ഠ നടത്താൻ പാടുള്ളൂ, ഉത്സവം നടത്താൻ പാടുള്ളൂ. കർക്കിടക സംക്രമത്തിന് ശേഷം 6 മാസക്കാലം പ്രതിഷ്ഠയോ ഉത്സവങ്ങളോ നടത്താൻ പാടില്ലാത്തതാകുന്നു. ഇപ്പൊ തന്ത്രിമാരുടെ സമയമില്ല. 1000 ക്ഷേത്രം 10,000 ക്ഷേത്രത്തിലെ തന്ത്രിയാണ്. അതുകൊണ്ട് അയാൾക്ക് സമയമില്ല. അയാളത് കർക്കിടക മാസത്തെ പ്രശ്നമാണെന്നോ നാമൂലക്കം പറയാ. ശാസ്ത്രമൊക്കെ മൂത്രം പോലെ പോയി അവൻ്റെ തലേന്ന്. അവൻ്റെ സമയത്തിനനുസരിച്ച് നടത്തിക്കൊള്ള അമ്പല കമ്മിറ്റിക്കാരാണെങ്കിൽ പിന്നെ ചോദ്യം ചെയ്യാതെ വിശ്വസിപ്പിന് ചെയ്യണം. അത് തിരിച്ചു ചോദിക്കാനും ബുദ്ധി തലക്കുള്ളിൽ അമ്പല കമ്മിറ്റി എന്നും പറഞ്ഞ് നടക്കുന്നവന്മാർക്ക് വേണ്ടേ? അല്പമെങ്കിലും കുറച്ച് ശാസ്ത്രബോധം വേണ്ടേ? തിരുമേനി കർക്കിടകത്തിൽ പ്രതിഷ്ഠ നടത്തില്ലല്ലോ, പിന്നെ എന്താ കർക്കിടകത്തിൽ പ്രതിഷ്ഠ നടത്താൻ പറഞ്ഞത് എന്ന് തിരിച്ചൊന്ന് ചോദിക്കാൻ പറ്റണ്ടേ? അത്രയ്ക്ക് ബുദ്ധിയും പേരുള്ളവന്മാർ അമ്പല കമ്മിറ്റിയിൽ വേണ്ടേ? ഉണ്ടെങ്കിലല്ലേ ചോദിക്കുക. തന്ത്രി പറഞ്ഞത് വേദം എന്ന് പറഞ്ഞ് ഇണങ്ങാണ് നടക്കുക. തിരിച്ച് തന്ത്രിയോട് ചോദിക്കാനുള്ള അവകാശമുണ്ട്. ചോദിക്കാതെ വിശ്വസിപ്പിനെന്ന് ഹിന്ദുധർമ്മം പറഞ്ഞില്ല. അത് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കൊക്കെയാണ്. ഹിന്ദുക്കൾ പറഞ്ഞിട്ടില്ല. ഹിന്ദുക്കൾ പറഞ്ഞാൽ ചോദിച്ച് വിശ്വസിപ്പിനെന്നാണ്. ചോദ്യം ചെയ്യണം. ഇപ്പം ഞാൻ പറഞ്ഞത് തെറ്റുണ്ടെന്ന് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ ചോദ്യം ചെയ്യണം. യു വാണ്ട് ടു ബി ക്വസ്റ്റ്യൻ മീ. എനിക്ക് ചോദിക്കാൻ അവകാശമുണ്ട്, അധികാരമുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? ഇത് സനാതന ധർമ്മമാണ്, ഇത് ഹിന്ദു ധർമ്മമാണ്, ഹൈന്ദവ ധർമ്മമാണ്. അത് ചോദ്യം ചെയ്ത് വിശ്വസിക്കാനാണ് ഗ്രന്ഥങ്ങൾ മുഴുവൻ പഠിപ്പിച്ചിട്ടുള്ളത്. മഹർഷിമാർ മുഴുവൻ പഠിപ്പിച്ചത് ചോദിച്ച് മനസ്സിലാക്കി വിശ്വസിക്കണമെന്നാണ്. അല്ലാണ്ട് അന്ധവിശ്വാസി ആവണമെന്നല്ല. ചോദിക്കാതെ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞിട്ടില്ല, ചോദ്യം ചെയ്ത് വിശ്വസിപ്പിൻ എന്നാണ് പറഞ്ഞത്. ഭഗവാൻ അർജുനനോട് പറഞ്ഞതും അത് തന്നെയാണ്. അർജുന, ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞു, നിനക്ക് വിശ്വാസമെങ്കിൽ നീ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ഉപേക്ഷിക്കുക. ഭഗവാൻ പറഞ്ഞ വാക്ക. നിനക്ക് ശരിയാണെന്ന് തോന്നുമെങ്കിൽ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ഉപേക്ഷിക്കുക. ഭഗവാന്റെ വചനം വെച്ചിട്ട് നീ സ്വീകരിക്കണ്ട, ഭഗവാൻ പറഞ്ഞതെന്ന് വെച്ചിട്ട് നീ ആചരിക്കണ്ട. അങ്ങനെ ഒരു വിഡിത്തം നമ്മുടെ ഇടയിൽ വന്ന് ഭവിച്ചിട്ടുണ്ട്. ഈ സെമിറ്റിക് മതങ്ങളുടെ
സഹവർത്തിത്വം കൊണ്ട്, ഈ സംഘടിത മതങ്ങളുടെ ഓട്ടം കൊണ്ട് നമ്മുടെ ഹിന്ദുക്കൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ചോദിക്കാതെ വിശ്വസിക്കും. അത് ആചാര മുടങ്ങിക്കൂടാ. അതൊന്നും ചോദിക്കരുത്, തന്ത്രിയോട് ചോദിക്കരുത്, തിരുമേനിയോട് ചോദിക്കുകയോ, ഓ പാപം ഉണ്ടാവും. ഓടെ തിരുമേനിയോട് ചോദിച്ചു കഴിഞ്ഞാൽ പാപം ഉണ്ടാവും പോലും. എന്താ ചോദിച്ചാലെന്താ? സംശയം ചോദിച്ചാലെന്താ? വന്ന് കഴിക്കുമോ, തിന്നുമോ? അങ്ങനെ നിന്നവൻ ആചാരനായിട്ട് ഇരിക്കാൻ യോഗ്യനല്ല. ഗെറ്റ് ഔട്ട്. എത്ര വലിയ പരമാചാര്യൻ ശങ്കരാചാര്യനാലും ശരി, തൻ്റെ മുന്നിൽ വന്ന് ചോദ്യം ചെയ്യുന്ന ഭക്തനെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ പോകാൻ അവകാശമില്ല. ആചാര്യനാന്ന് പറഞ്ഞിട്ട് വേഷം കെട്ടി വന്നാൽ പോരാ. ഏതത് സനാതനധർമ്മം, അതിൻ്റെ പേരാണ് സനാതനധർമ്മം. മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഫാദർ പറഞ്ഞത്, തിരുസഭ പറഞ്ഞത് ദൈവത്തിൻ്റെ വചനം, മുല്ലാക്ക പറഞ്ഞത് ദൈവവചനം. അതിനപ്പുറം ചോദ്യം ചെയ്യാൻ അവകാശമില്ല. ഹിന്ദുധർമ്മത്തിൽ എത്ര വലിയ പരമാചാര്യനായ ശങ്കരാചാര്യൻ വന്നാലും ശരി, ചോദിച്ച് മനസ്സിലാക്കണം, ചോദ്യം ചെയ്യണം. അയാൾ എത്ര വലിയ സർവജ്ഞപീഠം കയറിയ ആളായാലും ശരി, നമുക്കുള്ള സംശയ ദൂരീകരണം നടത്തിയതിന് ശേഷമേ സ്വീകരിക്കാവൂ. ഇതിൻ്റെ പേരാണ് ഹിന്ദുധർമ്മം. അത് തെറ്റാണോ? അത് തെറ്റാണോ ശരിയാണോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നു? ഹിന്ദുധർമ്മം പൊട്ടയല്ലേ? ഈ ചോദ്യമൊക്കെ ചെയ്തിട്ട് വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞ പൊട്ടത്തരല്ലേ? അന്ധമായി വിശ്വസിക്കുന്നതല്ലേ സുഖം? അതെ, അടിമത്തം നിനക്ക് സുഖമാണ് തായേ. അടിമയായിട്ട് ജീവിക്കുന്നതിന് ഒരു മധുരമുണ്ട്, സുഖമുണ്ട്. അതേസമയത്ത് സ്വാതന്ത്ര്യത്തിൽ ജീവിക്കണമെങ്കിൽ കുറച്ച് വിഷമാണ്. ഒരു അടിമക്ക് യജമാനൻ തരുന്നത് തിന്നിട്ട് അനങ്ങാണ്ട് കിടന്നുറങ്ങിയാൽ മതി. സ്വതന്ത്രമായിട്ടുള്ള വ്യക്തിക്ക് സ്വന്തം കാലിൽ നിൽക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടുണ്ട്, കുറച്ച് കഷ്ടപ്പെടണം. അതുകൊണ്ട് ഹിന്ദുധർമ്മത്തിൽ ജീവിക്കണമെങ്കിൽ കഷ്ടപ്പെടണം. ഒരു മുസൽമാനാവാൻ, ക്രൈസ്തവനാവാൻ കഷ്ടപ്പാടില്ല. ഹിന്ദുവായി ജീവിക്കണമെങ്കിൽ കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ. ഹിന്ദുധർമ്മം പഠിക്കണമെങ്കിൽ കഷ്ടപ്പെടണം. ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് മൈക്കിൽ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ കഷ്ടപ്പെട്ടിട്ടാ, ചോര നീരാക്കി ജീവിതം നശിപ്പിച്ചിട്ടാ. ചുമ്മാ ഒന്നല്ല നിങ്ങളുടെ മുന്നിൽ വർത്തമാനം പറയണത്. നല്ല യാതനയും വേദനയും കണ്ണീരും കുടിച്ചിട്ടാ. ചുമ്മാ ഒന്നും ഹിന്ദുധർമ്മത്തിൽ ആചാര്യനാകാൻ പറ്റില്ല. വേഷം കെട്ടി വന്നുകൊണ്ടൊന്നും ആചാര്യനാവില്ല. നല്ല പണിയെടുക്കണം, ധാരാളം പുസ്തകം വായിക്കണം, പഠിക്കണം. ധാരാളം ആചാര്യന്മാരുടെ കാലിൽ പോയി നമസ്കരിക്കണം. നെറ്റിയൊക്കെ തഴമ്പ് പിടിക്കും ആചാര്യന്മാരുടെ കാലിൽ പോയി നമസ്കരിച്ച് പഠിച്ചു വരാൻ. അവർക്ക് സേവ ചെയ്യണം. ധാരാളം കഷ്ടപ്പെട്ടാലേ ഒരു ആചാര്യ, ഹിന്ദുധർമ്മത്തിൽ ഒരു ആചാര്യം വളർന്നു വരുള്ളൂ. അതേ സ്ഥാനത്ത് സമറ്റിക്ക മതങ്ങൾക്ക്, സംഘടിത മതങ്ങൾക്ക് ഇതൊന്നും പ്രശ്നമല്ല. അവർക്ക് പരീക്ഷ പാസ്സായാൽ മതി. അവർക്ക് ഫാദറും റവറൻഡ് ഫാദറും കർദിനാളും ഒക്കെ ആവാം, പരമാചാര്യന്മാരൊക്കെ ആവാം. നമുക്ക് പരീക്ഷയില്ല. അവിടെയാണ് കുഴപ്പം. പരീക്ഷ കൊണ്ടൊന്നും ആചാര്യനാവാൻ പറ്റില്ല. ഹിന്ദുധർമ്മവും മറ്റു മതങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ബോധ്യപ്പെടണം. ഇതൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ഈ ഭാഗസപ്താഹ വേസ്റ്റാണ്. ഇതൊന്നും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയിട്ടില്ലെങ്കിൽ ഈ വേസ്റ്റ് പരിപാടിയാണ് ഇതൊക്കെ. അപ്പം അതുകൊണ്ട് ഇതൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനുള്ള വേദിയായിട്ട് മാറ്റണം ഭാഗവത സപ്താഹ വേദികൾ. ശ്രദ്ധിക്കണം. ശരി, അപ്പം നമ്മളിവിടെ പറഞ്ഞു വന്നത് 6 മാസം ഉത്തരായനം, 6 മാസം ദക്ഷിണായനം. ദക്ഷിണായനത്തിൽ പിതൃക്കൾക്ക് വേണ്ടി പൂജ ചെയ്യേണ്ട കാലം, ഉത്തരായനത്തിൽ ദേവന്മാർക്ക് വേണ്ടി പൂജ ചെയ്യേണ്ട കാലം. ഉത്തരായനവും ദക്ഷിണായനവും തമ്മിലുള്ള വ്യത്യാസം, ഉത്തരായനം എന്ന് പറഞ്ഞത് വടക്ക് എന്ന് പറയുന്നത് ദേവലോകം, തെക്ക് എന്ന് പറയുന്നത് പിതൃലോകം. ക്ലിയറായോ? ഇനി ഈ സൂര്യൻ ഈ 2 വശത്തേക്ക് നീങ്ങുന്നതിനിടയിൽ ഭൂമധ്യരേഖയിൽ നേരെ വരും. ഭൂമധ്യരേഖയിൽ നേരെ വരും. ആ നേരെ വരുന്ന ദിവസത്തിൻ്റെ പേരെന്താണ്? ഇഷ്ടംപോലെ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ 24 മണിക്കൂർ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് ഇടയ്ക്ക് നോക്കണം കേട്ടോ.
ഇടയ്ക്കതൊക്കെ നോക്കിയിരിക്കണം. അവിടെയൊക്കെ ഉണ്ട് സീരിയൽ, പല ആചാര്യന്മാരും പ്രസംഗിച്ച പ്രസംഗങ്ങളൊക്കെ ഉണ്ട്. അത് കാണാം. സൂര്യൻ ഭൂമധ്യരേഖയിൽ വരുന്ന മുഹൂർത്തത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വിഷു. അതെ, വിഷു. വിഷു എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യൻ ഭൂമധ്യരേഖയിൽ, ഭൂമിക്ക് നേരെ ഭൂമധ്യരേഖയിൽ, ഭൂമിയുടെ മധ്യരേഖയിൽ, ഭൂമി ഉരുണ്ടിട്ടിരിക്കുക, അതിൻ്റെ മധ്യരേഖയിൽ സൂര്യൻ നേരെ വരുന്ന സമയത്തെയാണ്. ഉത്തരായണത്തിലും ദക്ഷിണായനത്തിലും മാറുന്ന സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേരെ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? വിഷു. വിഷു ആരുടെ മതാചാര? ഹിന്ദുക്കൾക്ക് മാത്രമേ വിഷുവുള്ളൂ, മുസ്ലിങ്ങൾക്ക് വിഷുവില്ല, ക്രിസ്ത്യാനികൾക്ക് വിഷുവില്ല, ജൈനന്മാർക്ക് വിഷുവില്ല, ബൗദ്ധന്മാർക്ക് വിഷുവില്ല. അങ്ങനെയാണോ? നായർക്ക് വിഷുവില്ല, ബ്രാഹ്മണന് വിഷുവില്ല, അങ്ങനെയൊക്കെയാണോ? ജാതി തിരിച്ചും മതം തിരിച്ചിട്ടാണോ വിഷു ആചരിക്കുന്നത്? വിഷു എങ്ങനെയാ? വിഷു ഭൂമധ്യരേഖയിൽ സംഭവിക്കുന്നതാ. നിന്റെ ജാതി ഏതാ, മതം ഏതാണെന്നൊന്നും വിഷുവിന് പ്രശ്നമല്ല. സൂര്യൻ ഭൂമധ്യരേഖയിൽ വരുന്നാൽ വിഷു ഉണ്ടാവും. വിഷു ആശംസ മാപ്പിളക്കും ക്രിസ്ത്യാനിക്കും ജൈനനും ബൗദ്ധനും ഒക്കെ വിഷു ആശംസ അയക്കാം. മതമില്ല അവിടെ. സൂര്യനും ചന്ദ്രനും ഭൂമിയും മാത്രമേ ഉള്ളൂ. സൂര്യന് മതമുണ്ടെങ്കിൽ വിഷുവിന് മതമുണ്ട്, ഭൂമിക്ക് മതമുണ്ടെങ്കിൽ വിഷുവിന് മതമുണ്ട്. ഒരാൾ പറയാ ഞങ്ങൾ മുസ്ലിങ്ങളാ, നമുക്ക് വിഷു ഒന്നുമില്ല. അവന് ഈ ഭൂമിയിലല്ല, വേറെ ഏതോ ലോകത്തിൽ പോകണം. ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അവന് വിഷു ഉണ്ടാവും. മതം നോക്കിയിട്ടല്ല വിഷു സംഭവിക്കുന്നത്, പ്രകൃതിയിൽ സംഭവിക്കുന്നതാ വിഷു എന്ന് പറയുന്നത്. വിഷു എപ്പോഴാണ് സംഭവിക്കുന്നത്? ഹിന്ദുക്കളാണ് ഇത് പഠിക്കേണ്ടത്. കാരണം എന്തുകൊണ്ടാ? ലോകത്തിൻ്റെ മുഴുവൻ മതങ്ങളുടെ മാതാവാണ് ഹിന്ദുധർമ്മം. അതുകൊണ്ട് ഹിന്ദുക്കൾ ഇതെല്ലാം പഠിച്ചിരിക്കണം. ലോകത്തെല്ലാ മതങ്ങളും ജനിക്കുന്നത് ഹിന്ദുധർമ്മത്തിൽ നിന്നാണ്. അതുകൊണ്ട് എല്ലാത്തിൻ്റെയും മാതാവായിട്ടുള്ള ഹിന്ദുധർമ്മത്തിലുള്ളവർ ഇതെല്ലാം പഠിച്ചിരിക്കണം. അപ്പോൾ എപ്പോഴാണ് വിഷു സംഭവിക്കുന്നത്? എപ്പോഴാ വിഷു ആചരിക്കുന്നത്? മേടമാസം അല്ലേ? മേടസംക്രമം. മേടമാസം 1-ാം തീയതി വിഷു കണി കാണും. അമ്പലത്തിലൊക്കെ വിഷുക്കണി വെക്കും. പണ്ട് കാലത്ത് വീട്ടിലൊക്കെ വിഷുക്കണി വെക്കും. ഇപ്പം വീട്ടിലൊന്നും വിഷുക്കണിയില്ല, അമ്പലത്തിലേ ഉള്ളൂ. അപ്പോൾ വിഷുക്കണി കാണിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ആചാരമാണ്. അത് ഹിന്ദുവിനോ മുസ്ലിമിനോ ക്രിസ്ത്യാനിക്കോ വേറെ ഒന്നുമില്ല. എല്ലാവരും വിഷു ആചരിച്ചേ പറ്റുള്ളൂ. ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ, സൂര്യൻ്റെ കീഴിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വിഷു ഉണ്ട്. അപ്പോൾ എപ്പോഴാണ് ഭൂമധ്യരേഖയിൽ സൂര്യൻ വരുന്നത്? 2 തവണ വരും. എത്ര പ്രാവശ്യം വിഷു സംഭവിക്കും? 2 തവണ വിഷു സംഭവിക്കും. എപ്പോഴാണത്? മേടമാസ സംക്രമത്തിനും തുലാമാസ സംക്രമത്തിനും എന്തുണ്ടാവുന്നുണ്ട്? വിഷു ഉണ്ടാവുന്നുണ്ട്. എപ്പോഴൊക്കെയാണ് ഉണ്ടാവുന്നത്? എത്ര വിഷുണ്ട് ഹിന്ദുക്കളെ? എത്ര വിഷുണ്ട്? 2 വിഷുണ്ട്. ഏതൊക്കെയാ വിഷു? ഒന്ന് തുലാമാസ സംക്രമം, മറ്റൊന്ന് മേടമാസ സംക്രമം. അങ്ങനെ 2 സംക്രമങ്ങളിൽ വിഷു സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് വിളിക്കും? ആ വിഷു മുഹൂർത്തത്തിൽ, ആ സൂര്യൻ ഭൂമധ്യരേഖയിലിരിക്കുന്ന മുഹൂർത്തത്തിൽ എത്ര ദിവസം ഉണ്ടാവും സൂര്യൻ? ആ ഒരു പോയിന്റിൽ, സൂര്യൻ ഒരു പോയിന്റിൽ, ഭൂമധ്യരേഖയിൽ നേരെ നിൽക്കുന്ന പോയിന്റിൽ 10 ദിവസം ഉണ്ടാവും. എത്ര ദിവസം ഉണ്ടാവും? 10 ദിവസം ഉണ്ടാവും. ആ 10 ദിവസത്തെ 10-ാം ഉദയം എന്ന് വിളിക്കും. എന്തൊക്കെ ഈ 10-ാം ഉദയം? ഹിന്ദുക്കളോട് ചോദിച്ചു നോക്കൂ. എന്ത് 10-ാം ഉദയം? ആ അമ്പലത്തിൽ 10-ാം ഉദയത്തിന് ഉത്സവമുണ്ട്. അല്ലാതെ എന്തൊക്കെ ഈ 10-ാം ഉദയം ആചരിക്കണമെന്ന് ചോദിച്ചാൽ അതൊന്നും നമ്മളോട് ചോദിക്കണ്ട. മുസ്ലിങ്ങളോട് ചോദിച്ചാൽ അവർ പറയും 10-ാം ഉദയം എന്താണ്. ഹിന്ദുക്കളോട്
10-ാമതയം എന്ന് പറയുന്നത് വിഷുസംക്രമം മുതൽ 10 ദിവസക്കാലത്തേക്ക് സൂര്യൻ ഭൂമധ്യരേഖയിൽ ഇരിക്കുന്ന കാലഘട്ടം, ഉത്സവങ്ങളുടെ കാലഘട്ടം, ദേവോത്സവങ്ങൾ നടക്കുന്ന കാലഘട്ടം. അതിനാണ് 10-ാമതയം വരെയുള്ള 10 ദിവസം മുഹൂർത്തം നോക്കാതെ എന്ത് ചടങ്ങ് നടത്താം. മുഹൂർത്തമില്ല, അഭിജിത്ത് മുഹൂർത്തം. വിഷു തുടങ്ങിക്കഴിഞ്ഞാൽ മേടമാസം 10-ാമതയം, തുലാ 10-ാമതയം, മേടസംക്രമം മുതൽ 10-ാമതയം, മേട 10 വരെ, തുലാസംക്രമം മുതൽ 10-ാമതയം, തുലാ 10 വരെ മുഹൂർത്തം നോക്കാതെ എന്ത് ചടങ്ങ് നടക്കും. ഇപ്പം മുഹൂർത്തം നോക്കിയിട്ട് കഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. മുഹൂർത്തമായില്ല. മുഹൂർത്തം നോക്കണ്ട. മനസ്സിലാവുന്നുണ്ടോ? അല്ല ചുമ്മാ കേട്ടിരിക്കണം. തല കയറുന്നുണ്ടോ? അപ്പം അത് 10 ദിവസം ആചരിക്കണം. അതിനാണ് ജാതിയോ മതമോ വർഗമോ വർണ്ണമൊന്നുമില്ല വിഷുവിന്. മനസ്സിലായോ? അപ്പം അങ്ങനെയുള്ള പ്രകൃതിയെ നോക്കിക്കൊണ്ട് ജീവിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഒരു പുസ്തകം നോക്കിയോ ഏതെങ്കിലും ഒരു മണ്ടനായിട്ടുള്ള ഒരു ഗുരുനാഥനെ നോക്കിയോ അല്ല ഹിന്ദുധർമ്മം വ്യവസ്ഥ ചെയ്തത്. ഹിന്ദുധർമ്മം വ്യവസ്ഥ ചെയ്തത് സൂര്യചന്ദ്രന്മാരെ നോക്കിയാണ്, ഭൂമിയെ നോക്കിയാണ്, നക്ഷത്രങ്ങളെ നോക്കിയാണ്, ഗ്രഹങ്ങളെ നോക്കിയാണ്, ശാശ്വത സത്യങ്ങളെ നോക്കിയാണ്. ശ്രീരാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. അപ്പൊ ഹിന്ദുക്കളുടെ ആചാരങ്ങളെല്ലാം വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എല്ലാ ആചാരങ്ങളും വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും നോക്കിയാണ്. മനസ്സിലായല്ലോ? അതുകൊണ്ട് ജാതി മത വകഭേദങ്ങളില്ല സനാതന ധർമ്മത്തിന്. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കെല്ലാം ഹിന്ദുധർമ്മം സ്വീകാര്യമാണ്. അവൻ്റെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ബാധകമല്ല. സൂര്യന് ജാതിയുണ്ടോ? ചന്ദ്രന് ജാതിയുണ്ടോ? നക്ഷത്രങ്ങൾക്കും ഗ്രഹങ്ങൾക്കും ജാതിയും മതവും ഉണ്ടോ? എങ്കിൽ നിങ്ങൾക്കുണ്ട്. അവർക്ക് സൂര്യന് ജാതിയില്ല മതമില്ലെങ്കിൽ നിങ്ങൾക്കില്ല. ഭൂമിക്ക് ജാതിയും മതവും ഇല്ലെങ്കിൽ നിങ്ങൾക്കില്ല. ഗ്രഹങ്ങൾക്കും നക്ഷത്രങ്ങൾക്കും ജാതിയും മതവും ഇല്ലെങ്കിൽ നിങ്ങൾക്കും ജാതിയും മതവും ഇല്ല. ഹിന്ദുധർമ്മം പ്രകൃതിയുടെ മതമാണ്. പ്രകൃതിയെ നോക്കി ജീവിക്കുന്നതിൻ്റെ പേരാണ് സനാതനധർമ്മം, ഹിന്ദുധർമ്മം എന്ന് വിളിക്കുന്നത്. ഹിന്ദുധർമ്മം എന്ന് പറഞ്ഞാൽ എന്തൊട്ട് കുന്തറാണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയണം. പ്രകൃതിയെ നോക്കി ജീവിക്കുന്നതിൻ്റെ പേരാണ് ഹിന്ദുധർമ്മം, സനാതനധർമ്മം എന്ന് വിളിക്കുന്നത് എന്ന് അന്തസ്സോടെ നട്ടല് നിവർത്തിക്കൊണ്ട് പറയണം. അല്ലാതെ അവിടുന്ന് ഞാനൊന്നും പറയരുത്. കൃത്യമായ മറുപടി പറയണം, തൻ്റെ ഇടത്തോടെ പറയണം, സ്വാഭിമാനപൂർവകം പറയണം. അങ്ങനെ പറയാൻ പറ്റണം. പിന്നെയോ വേറൊരു കാര്യം, ഓരോ രാശികളിലും 27 നക്ഷത്രങ്ങളെ ഘടിപ്പിച്ചിട്ടുണ്ട്. അതിന് കൂറുകളെന്ന് പറയും. എന്താ വിളിക്കുക? കൂറ്. എന്താ കൂറ് എന്ന് പറഞ്ഞാൽ അശ്വതി ഭരണി കാർത്തിക 3 നക്ഷത്രങ്ങൾ ചേർന്നതിനെ എന്ത് വിളിക്കും? മേടക്കൂറ് എന്ന് പറയും. മേടമാസത്തിൽ 3 നക്ഷത്രം. ഒരു രാശിയിൽ 12 രാശികളിൽ ഒരു രാശിയിൽ 3 നക്ഷത്രം വരും. അശ്വതി ഭരണി കാർത്തിക മേടം. ഇടവത്തിലോ കാർത്തികയുടെ കാലും കാർത്തികയുടെ മുക്കാലും കാർത്തിക രോഹിണി മകീരം 3 ഭാഗം വരും, 3 നക്ഷത്രം വരും. അങ്ങനെ ഓരോ മാസങ്ങളിലും ഓരോ രാശികളിലും 3 നക്ഷത്രങ്ങൾ ഘടിപ്പിച്ചുകൊണ്ട് ചിന്തിക്കുക. അത് പ്രകൃതിയുടെ ഒരു വ്യവസ്ഥ എന്നുള്ള നിലയിൽ നമുക്ക് പഠിക്കാൻ, മനസ്സിലാക്കാൻ, നമ്മുടെ ജീവിതത്തിൽ നക്ഷത്രങ്ങളെ പ്രാധാന്യമുള്ളത് കൊണ്ട്, ജന്മനക്ഷത്രങ്ങൾക്ക് പ്രാധാന്യമുള്ളത് കൊണ്ട് നമ്മൾ അതിനെ ജ്യോതിശാസ്ത്രപരമായി കൈകാര്യം ചെയ്യുന്നു, പഠിക്കുന്നു. അത് നിങ്ങൾ പിന്നീട് പഠിക്കാം. ഇപ്പം നമുക്കതിൽ നിന്ന് വേണം. പിന്നെയോ പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി, വാവ്
15 ദിവസം. 15 ദിവസം വാവ്. പിന്നെ അവിടെ നിന്ന് തുടങ്ങും. എന്താ? പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി, വാവ്. ഏത് വാവ? ഒന്ന് പൗർണമി വാവാണ്, ഒന്ന് അമാവാസി വാവാണ്. അതിനനുസരിച്ച് പറയുന്നതനുസരിച്ച് ചന്ദ്രൻ ഇങ്ങനെ കുറയുകയും കൂടുകയും ചെയ്യും. അന്ധവിശ്വാസമൊന്നുമല്ല, അനാചാരമൊന്നുമല്ല. ചന്ദ്രൻ ഇങ്ങനെ കുറയുകയും കൂടുകയും ചെയ്യുന്നതനുസരിച്ചാണ് പ്രഥമയും ദ്വിതീയയും തൃതീയയും ചതുർത്ഥിയും എണ്ണി കൂട്ടുന്നത്. അല്ലാണ്ട് ഏതെങ്കിലും ഒരു തലക്ക് വെളിപാടില്ലാത്ത ഒരുത്തം എഴുതി വെച്ചതൊന്നുമല്ല. പ്രകൃതിയെ നോക്കിയിട്ടാണ്, ചന്ദ്രനെ നോക്കിയിട്ടാണ്. ആ ചന്ദ്രന്റെ ഗതിവിഗതികൾക്കനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രഥമയും ദ്വിതീയയും ഷഷ്ടിയും. ഇപ്പൊ ഷഷ്ടി ആചരിക്കുന്നു. ഓ, സുബ്രഹ്മണ്യ സ്വാമി ഷഷ്ടി. ഇവിടെ ഏകാദശി ആചരിക്കുന്നു. ഓ, മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഏകാദശി. ഇതൊക്കെ ആചരിക്കുന്ന എന്തിന്റെ പേരിലാണ്? ഷഷ്ടി ആയാലും പഞ്ചമി ആയാലും തൃതീയ, അക്ഷയ തൃതീയ. സ്വർണ്ണമാകാൻ പോകാനുള്ള ആൾക്കാർ അക്ഷയ തൃതീയ. ഇതൊക്കെ ആചരിക്കുന്ന എന്തിന്റെ പേരില്ല? ചന്ദ്രനെ നോക്കിയിട്ടാണ്. ചന്ദ്രന്റെ ഗതികൾക്കനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? അമാവാസിയിൽ ബലിയിടുന്നതും, പൗർണമിക്ക് പൂജ നടത്തുന്നതും, ഭഗവതിക്ക് പൂജ നടത്തുന്നതും, അക്ഷയ തൃതീയ നടത്തുന്നതും, അതുപോലെ ഏകാദശി അനുഷ്ഠിക്കുന്നതും ഷഷ്ടി അനുഷ്ഠിക്കുന്നതും ഒക്കെ എന്തിനെ നോക്കിയിട്ടാണ്? ചന്ദ്രനെ നോക്കിയിട്ടാണ്. അപ്പൊ സൂര്യനെ നോക്കിക്കൊണ്ടുള്ള ആചാരം, ചന്ദ്രനെ നോക്കിക്കൊണ്ടുള്ള ആചാരം. മനസ്സിലാവണ്ടോ? മനസ്സിൽ ഉറപ്പിക്കണത്, ദൃഢീകരിക്കണം. പക്കയായിട്ട് സിമെന്റ് ഇട്ട് നല്ല കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിക്കണം. ഇതൊക്കെ ബേസാണത്. ഹിന്ദുധർമ്മത്തിൻ്റെ അടിത്തറയാണ്. ഹിന്ദുധർമ്മത്തിൻ്റെ അടിത്തറ ഇനി ഉറച്ചില്ല നമുക്ക്. അതിൻ്റെ കുഴപ്പമാണ് ഈ കാണിക്കുന്ന കുരുത്തക്കേടൊക്കെ. ഇതങ്ങോട്ട് ഓർക്കണം, നല്ല അട്ടപന്തിട്ട് ഉറപ്പിക്കണം ഇത്തരം ചിന്തകളൊക്കെ. പ്രകൃതിയെ നോക്കിക്കൊണ്ടാണ് എല്ലാ വ്യവസ്ഥകളും എന്ന് ആദ്യം ഉറപ്പിക്കണം. ഏകാദശി സംഭവിക്കുന്നത് ചന്ദ്രൻ ഏകാദശിയിൽ വന്നില്ലെങ്കിൽ ഇവിടെ ഏകാദശി ഇല്ല. ഞാൻ ഏകാദശി ഭഗവാനെ നോക്കിക്കൊണ്ട് ഏകാദശി പോടെ. ചന്ദ്രൻ ഏകാദശിയിലേക്ക് വരുന്നില്ലെങ്കിൽ പിന്നെ നിനക്കെന്ത് ക്ഷേത്രത്തിൽ ഏകാദശി വന്നിരിക്കുന്നത്? ചന്ദ്രൻ ഷഷ്ടിയുടെ പ്രകാശം ചൊരിയുന്നില്ലെങ്കിൽ ഷഷ്ടി പൂജ ഇല്ല, ഷഷ്ടി വ്രതമില്ല. ഞാൻ മുരുകന്റെ അമ്പലത്തിൽ ഷഷ്ടി വ്രതം കൊടുക്കും. അത് തൻ്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. അടുക്കളയിൽ പോയിരുന്നിട്ട് ആരോടും അറിയാതെ പറയാം. ചന്ദ്രൻ ഷഷ്ടിയിൽ എത്തുമ്പോൾ മാത്രമേ എനിക്ക് ഷഷ്ടിയുള്ളൂ. പഞ്ചമി ചന്ദ്രൻ കടന്ന് ഷഷ്ടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന് ഷഷ്ടി വ്രതം എടുത്തിട്ട് കാര്യമുള്ളൂ. അല്ലാണ്ട് നീ ഷഷ്ടി വ്രതം എടുത്തിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഓരോ വ്രതങ്ങളും, പ്രഥമ വ്രതം, ദ്വിതീയ വ്രതം, തൃതീയ വ്രതം, ചതുർത്ഥി വ്രതം, പഞ്ചമി വ്രതം, ഷഷ്ടി വ്രതം, സപ്തമി വ്രതം, അഷ്ടമി വ്രതം, നവമി വ്രതം, നവരാത്രി. ആരെ നോക്കിയിട്ടാണ് നവമി ആചരിക്കുന്നത്? ഭഗവതി നോക്കിയില്ല. നവമി എന്ന് പറയുന്നത് ചന്ദ്രനെ നോക്കിയിട്ടാണ് ആചരിക്കുന്നത്. ഭഗവതി ഉണ്ടായാലും ശരി, ഇല്ലെങ്കിൽ ശരി. നിങ്ങൾ വിശ്വസിച്ചാലും ശരി, ഇല്ലെങ്കിൽ ശരി. ഭഗവതി എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടായാലും ഇല്ലെങ്കിലും നവമി ഉണ്ടാവും. കാരണം ഒന്നുകൊണ്ടാ, ചന്ദ്രനാണ് നവമിക്ക് ആധാരം. ദശമി, ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി, വാവ്, ഇതൊക്കെ പ്രകൃതി സത്യങ്ങളാണ്. അതുകൊണ്ടാണ് ഹിന്ദുധർമ്മത്തെ എന്ത് വിളിക്കുന്നത്? സത്യസനാതനം എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? സത്യസനാതനം. സത്യമായി പ്രകൃതിയിൽ നടക്കുന്ന ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന ജനങ്ങളെ സനാതനികളെന്നും ഹൈന്ദവരെന്നും വിളിക്കുന്നു. ആരെയാണ് ഹൈന്ദവരെന്ന് വിളിക്കുന്നത്? പ്രകൃതിയിലെ ആചാരങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ തയ്യാറുള്ള ജനതയെയാണ് ഹൈന്ദവർ എന്ന് വിളിക്കുന്നത്, സനാതനികൾ എന്ന് വിളിക്കുന്നത്, ഭാരതീയർ എന്ന് വിളിക്കുന്നത്. ഏത് ജാതിക്കാരനായാലും ഏത് മതക്കാരനായാലും ഭാരതീയൻ തന്നെ.
ജാതിയും മതം നോക്കിയിട്ടാണോ ഭാരതീയൻ നിശ്ചയിക്കുന്നത്? ചന്ദ്രന്റെ ജാതി ഏതാ? ചന്ദ്രന്റെ മതം ഏതാ? സൂര്യന്റെ ജാതി ഏതാ? സൂര്യന്റെ മതം ഏതാ? ഇത് നോക്കിയിട്ടാണോ? അപ്പൊ ജാതിയും മതവും ഒക്കെ ഉണ്ടാക്കിയത് കള്ളന്മാരായ കൊള്ളക്കാരായ രാജ്യം ഭരിക്കുന്ന രാജാക്കന്മാർ ഉണ്ടാക്കി വെച്ച നിയമങ്ങളാണ് ജാതി വ്യവസ്ഥ. അണ്ടർലൈൻ ചെയ്തിട്ട് വീട്ടിൽ പോയി എഴുതി വെക്കണം ഈ വാക്ക്. വീട്ടിൽ ഏതെങ്കിലും പുസ്തകത്തിലോ കലണ്ടറിലോ എഴുതി വെക്കണം. കള്ളന്മാരായി ജനവഞ്ചന നടത്തുന്ന രാജാക്കന്മാർ എഴുതി വെച്ചതാണ് ജാതി വ്യവസ്ഥ. രാജ്യത്തെ ഭരിക്കാൻ, ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കാൻ, ഭരണത്തിന്റെ സൗകര്യത്തിന് വേണ്ടി അവരുണ്ടാക്കി വെച്ച വ്യവസ്ഥയായ പേരാണ് ജാതി വ്യവസ്ഥ. അല്ലാണ്ട് അവൻ നായര, അവൻ പൊലയനാ, അവൻ വേലനാ, അവൻ ചണ്ടാളനാ, അവൻ മുക്കുവനാ, അങ്ങനെ ഒരു ജാതി വ്യവസ്ഥയില്ല. പിന്നെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ തൊഴിലാളിക്ക് സിന്ദാബാദ് പറയാം. ചുമട്ട് തൊഴിലാളിക്ക് സിന്ദാബാദ്, ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് സിന്ദാബാദ്, ബസ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ സിന്ദാബാദ്, മഹിളാ ഫെഡറേഷൻ സിന്ദാബാദ്, ഇങ്ങനെയൊക്കെ സിന്ദാബാദ് വിളിക്കാൻ പറയാം. അതൊന്നും കുഴപ്പമൊന്നുമില്ല. അത് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. സമാന തൊഴിലനുഷ്ഠിക്കുന്നവർക്ക് സംഘടന ഉണ്ടാകുന്നത് നല്ലതാണെന്ന് ഗുരുദേവ വചനമുണ്ട്. സമാന ചിന്താഗതിക്കാരായ തൊഴിലാളികൾ, ഒരേ തൊഴിൽ ചെയ്യുന്നവർ, അവർ സംഘടിച്ച് ശക്തരാകുന്നത് തെറ്റില്ല. ഗുരുദേവന്റെ വചനാണ്. കമ്മ്യൂണിസ്റ്റുകാരോ കോൺഗ്രസ്സുകാരോ ബി ജെ പിക്കാരോ ഉണ്ടാക്കിയൊന്നല്ല. ആ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ ഉണ്ടാവും ജനിക്കുന്നതിന് മുമ്പ്, ഇവൻ്റെ അപ്പൂപ്പൻ ജനിക്കുന്നതിന് മുമ്പേ ഗുരുദേവൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പഠിക്കേണ്ട കുറേ പാഠങ്ങളുണ്ട്, അടിസ്ഥാന പാഠങ്ങൾ. ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് 7 ദിവസങ്ങളടങ്ങുന്ന ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, 7 ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങളുടെ പേരാണ്. ഞായർ എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ പേരാണ്. തിങ്കൾ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ പേരാണ്. ചൊവ്വ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രഹത്തിൻ്റെ പേരാണ്. ബുധൻ എന്ന് പറഞ്ഞ ഒരു ഗ്രഹത്തിൻ്റെ പേരാണ്. അതിന് ഇംഗ്ലീഷുകാർ സൂര്യൻ്റെ ദിവസം സൺഡേ എന്നാക്കി. രണ്ടാമത്തെ ദിവസം ചന്ദ്രൻ്റെ ദിവസം, ചന്ദ്രൻ്റെ ദിവസത്തെ എന്താക്കി മൺഡേ എന്നാക്കി. മൂൺ ഡേ, മൂൺ ചന്ദ്രൻ. അങ്ങനെ 7 ദിവസങ്ങൾ 7 ഗ്രഹങ്ങളുടെ പേരിലാണ്. ഇതും അന്ധവിശ്വാസമാണോ? ഇങ്ങനെ രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതവുമില്ല. സൺഡേ മൺഡേ ഒക്കെ പറയുന്നത് ജാതിയും മതമൊക്കെ ഒന്നും, അതിന് മാത്രം ജാതിയും മതമൊന്നുമില്ല അല്ലേ? അപ്പോൾ നമ്മൾ സത്യം പഠിക്കണം. കുറേ വിഡ്ഢിത്തങ്ങളാണ് നമ്മളിപ്പോൾ ഭരിക്കുന്നത്. കുറേ വിവരക്കേടുകളാണ് നമ്മളെ ഭരിക്കുന്നത്. ആ വിവരക്കേടുകളിൽ നിന്നും മുക്തി പ്രാപിച്ച് അറിവോടുകൂടി ഉയരണം. നമുക്ക് അറിവുള്ളവരായി തീരണം. വിദ്യ കൊണ്ട് സമ്പന്നരായി തീരണം. ധർമ്മം കൊണ്ട് വിജയികളായി തീരണം. അതിനു വേണ്ടിയാണ് കഷ്ടപ്പെട്ട് 7 ദിവസം സപ്താഹം നടക്കുന്നത്. അല്ലാണ്ട് കൈമുട്ടി പാടാനും ഡാൻസ് ആടാനും വേണ്ടിയിട്ടല്ല. ഈ സപ്താഹത്തിലൂടെ ഇത്തരം കാര്യങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളുടെയൊക്കെ ശാസ്ത്രീയ വശങ്ങൾ പഠിച്ച് ബോധ്യപ്പെടാൻ വേണ്ടി കൂടിയാണ്. പാട്ടും പാടി ഡാൻസ് പാടി കൃഷ്ണ ഗോവിന്ദ ഗുരുവായൂരപ്പാന്ന് പറഞ്ഞ് പാട്ടും പാടി എഴുന്നേറ്റ് പോയതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇതൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ എത്രായിരം വർഷം സപ്താഹം നടത്തിയാലും കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ പഠിക്കാൻ നമുക്ക് അവസരം കണ്ടെത്തണം. ശരി, ഓണം എന്താണ്? അപ്പോൾ ഇനി വിഷു എന്താണെന്ന് ഇനി അറിയില്ലെന്ന് പറയില്ലല്ലോ. പറയോ? വിഷു എന്താണെന്ന് ഇനി ആരെങ്കിലും അറിയില്ലെന്ന് പറയോ? ഈ ഇരിക്കുന്ന ഈ ശബ്ദം കേൾക്കുന്നവർ ഒരു കുട്ടി പോലും ഇനി കള്ളത്തരം പറയാൻ പാടില്ല, സത്യസന്ധമായിട്ടേ പറയാൻ പാടുള്ളൂ. വിഷു എന്താണെന്ന് നിങ്ങളിപ്പോൾ പഠിപ്പിച്ചു കഴിഞ്ഞു. ഇനി ഓണം എന്താണെന്ന് പഠിപ്പിക്കാം. എന്താ ഓണം? ഓണം എന്ന് പറഞ്ഞാൽ ഓണം ഇതുപോലെ തന്നെ ഒരു മതാചാരമല്ല. ഹിന്ദുക്കൾക്കേ ഓണമുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു കേട്ടോ, ഒരു വീഡിയോ ഫേസ്ബുക്കിൽ, ഹിന്ദുക്കളുടെ ആചാരമായ ഓണത്തിന്
മറ്റു മതസ്ഥർ പങ്കെടുക്കേണ്ടതില്ല. അതുകൊണ്ട് കുട്ടികൾ ആരും തന്നെ ഓണാഘോഷ പരിപാടിയിൽ ഹിന്ദുക്കളുടെ സദ്യ ഉണ്ണാൻ പോകരുത് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ വരികയുണ്ടായി. ആ അമ്മക്ക് തക്കതായൊരു മറുപടി കൊടുക്കണം, നിങ്ങൾ കഴിയെങ്കിൽ കൊടുക്കണം. എന്താണ് ഓണമെന്ന് ആ അമ്മച്ചിയെ പഠിപ്പിക്കണം. ഓണം എന്ന് പറയുന്നത് ഒരു ഹിന്ദുവിൻ്റെ ആചാരമല്ല, മുസൽമാൻ്റെ ആചാരമല്ല, ക്രൈസ്തവന്റെ ആചാരമല്ല. ഓണം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ പ്രകൃതിയിൽ സംഭവിക്കുന്നതാണ്. ഓണം എന്ന് പറയുന്നത് പ്രകൃതിയിൽ സംഭവിക്കുന്നതാണ്. എങ്ങനെയാണ് ഓണം സംഭവിക്കുന്നത്? ഓണം എന്ന് പറയുന്നത് സൂര്യനെ ആസ്പദമാക്കിയാണ്. ഓണം എന്ന് പറയുന്നത് ആരാണ്? സൂര്യനെ ആസ്പദമാക്കിയാണ്. ആരാണ് വാമനൻ, ആരാണ് മഹാബലി എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. കുടലും കുടവേറും ഒരു പൊളിച്ച കൊടയും ഒക്കെ ആയിട്ട് നടക്കുന്നതാണ് മഹാബലി. മഹാബലി വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ് അത്രേ, നമ്മൾ പൂവിട്ടിട്ട് കാത്തിരിക്കുക മഹാബലി വരാൻ. മരപ്പൊട്ടന്മാര് പറയുമ്പോൾ ആയിരക്കണക്കിന് വർഷത്തെ വലിയ തലക്കാലം പാരമ്പര്യം പറയാനുണ്ട് പൊട്ടന്മാർക്ക്. ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ മരപ്പൊട്ടന്മാർക്ക് ആയിരക്കണക്കിന് വർഷത്തെ പാരമ്പര്യമൊക്കെ പ്രസംഗിക്കാനുണ്ട്. ഭയങ്കര പ്രസംഗമാണ്. ഓ, നമ്മൾ സത്യസ്ഥാനം, മഹർഷിമാരുടെ സംസ്കാരം, വേദ സംസ്കാരം, ഓ ലോകം ഇരുട്ടറിഞ്ഞ് കിടത്ത് ഹിന്ദുധർമ്മം ഉണ്ടായത് ആദ്യം തന്നെ. എന്നിട്ട് നിങ്ങൾ എന്താണ് പൊട്ടന്മാരായിപ്പോയത്? ഇത്രയും കാലത്തെ പഴക്കമൊക്കെ പ്രസംഗിക്കുമ്പോൾ അല്പമെങ്കിലും ജീവിതത്തിൽ ഇതിനെക്കുറിച്ചൊരു അറിവ് വേണ്ടേ? ചുമ്മാ മൈക്കിൻ്റെ മുമ്പ് പ്രസംഗിച്ചാൽ മതിയോ? ഓണം എന്ന് പറഞ്ഞാൽ പൊട്ടന്മാർ ധരിച്ചു വെച്ചിരിക്കുന്ന ഹിന്ദുക്കളുടെ ആചാരം എന്നാണ്. ഈ കേൾക്കുന്നവരെങ്കിലും അത് തിരിച്ചു കൊടുക്കണം. ഈ നല്ല കാര്യത്തെ, സത്യമായിട്ടുള്ള കാര്യത്തെ, ശാസ്ത്രീയമായിട്ടുള്ള കാര്യത്തെ നിങ്ങളുടെ പരിചയക്കാർക്കോ ബന്ധുക്കൾക്കോ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഇട്ട് കൊടുക്കണം. അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഓണം എന്ന് പറയുന്നത്, വിഷു എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്ക് മാത്രമല്ല, മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, ജൈനനോ ബൗദ്ധനോ നായർക്കോ ഇഴവനോ പൊലയനോ ഹരിജനോ ഗിരിജനോ സർവർക്കും, പട്ടിക്കും പൂച്ചക്കും കഴുതക്കും ആനയ്ക്കും അമ്പ എല്ലാവർക്കും ഉള്ളതാണ് ഹിന്ദുക്കൾ ആചരിക്കുന്ന ആചരണങ്ങളെല്ലാം. ഓണം ഇതുപോലെ സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഓണം എന്ന് പറയുന്നത് ഉദിച്ചു വരുന്ന സൂര്യന്റെ പേരാണ് എന്തോന്ന്? വാമനൻ. വാമനൻ എന്ന് പറഞ്ഞാൽ ആരാ? വാമനൻ എന്ന് പറഞ്ഞാൽ ആരാ? ഒരു കുടവറ നമ്പൂരിയാ. ഒരു നമ്പൂരി പയ്യൻ വന്നിട്ട് മഹാബലിയെ ചവിട്ടാക്കാൻ വേണ്ടിയിട്ട് ഒറ്റ ചവിട്ട് കിടക്കണ വാതാളത്തിൽ. പിന്നെ കൊല്ലത്ത് കഴിക്കാൻ വന്നോളാൻ പറഞ്ഞു. എന്തെല്ലാം പൊട്ട കഥകളാ പാടി നടക്കണത്. അതാണോ ഓണം? ഓണം അതാണോ? അങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലേ? അതെ, കഴിഞ്ഞ തലമുറക്കാർ നമ്മളെ പറ്റിച്ചത് അങ്ങനെയാണ്. കഴിഞ്ഞ തലമുറയിൽപ്പെട്ടവര് ഇങ്ങനത്തെ വിവരക്കേടുകളുടെ കൂത്തരങ്ങായിരുന്നു. ശബരിമല അയ്യപ്പൻ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു പെണ്ണിനെ അന്വേഷിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് ആറാട്ടുകടവിലേക്ക് പോകുന്നതിനെ പറഞ്ഞത്, പള്ളിവേട്ടയ്ക്ക് പോകുന്ന എഴുന്നള്ളിക്കുന്നതിനെ പറഞ്ഞത് പെണ്ണിനെ അന്വേഷിച്ച് കിടക്കുക അയ്യപ്പൻ. പെണ്ണിനെ കിട്ടാത്തതുകൊണ്ട് കല്യാണം കഴിച്ചില്ല അത്രേ. ബ്രഹ്മചാരിയായിട്ട് കുത്തിയിരിക്കുക പാവം. വല്ലവരും കല്യാണ ആലോചന നടത്തിയിട്ട് കല്യാണ ഏർപ്പാടാക്കി കൊടുക്കണം കേട്ടോ, വല്ല ബ്രോക്കർമാരുണ്ടെങ്കിൽ. എന്തൊക്കെ പൊട്ടത്തരാ പഠിപ്പിച്ചതെന്നറിയാമോ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ മണ്ടന്മാര്? തനി പൊട്ടന്മാര്, തനി പൊട്ടന്മാർ, മരപ്പൊട്ടന്മാർ. കഷ്ടം തോന്നുക ഹിന്ദുക്കളുടെ ദയനീയസ്ഥിതി കാണുമ്പോൾ. ഉദിച്ചു വരുന്ന സൂര്യന്റെ പേരാണ് വാമന. ഉദിച്ചേരുന്ന ചുവന്ന് തുടുത്ത സൂര്യൻ, ആ സൂര്യന്റെ പേരാണ് വാമന. ആ സൂര്യൻ കുറച്ച് ഉയർന്നു വരുമ്പോൾ പ്രാംശു ഒരടി വെച്ചു. വാമനൻ എന്ത് ചെയ്തു? ഒരടി വെച്ചു, പ്രാംശു. രണ്ടാമത്തെ അടി വെച്ചു, അമോഘ. മൂന്നാമത്തെ അടി വെച്ചു, ശുചിരോർജിത. ആ സമയത്ത് സൂര്യന്റെ രശ്മി എവിടെയാ ഉണ്ടാവുക മക്കളെ? മൂർധാവിൽ, തലയിൽ വന്ന് വീഴും.
അതാണ് മഹാബലിയുടെ തലയിൽ ഒരു ചവിട്ട്. ഭൂമി കുടിച്ചു നോക്കി കുറെ ആൾക്കാർ പാതാളം ഉണ്ടോ നോക്കാൻ. എവിടെയും മഹാബലിനെ കണ്ടില്ല, പാതാളം കണ്ടില്ല. മരപ്പട്ടന്മാർ ഭൂമി കുടിച്ചു, പാതാളം എവിടെയാന്ന് അന്വേഷിച്ചു. എടേ, പാതാളം എന്ന് പറഞ്ഞാൽ എവിടെയാ? പാദതലം, ദാറ്റ് ഈസ് പാതാളം. പാദം, ഫുട് പ്രിന്റ്. ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവും. ഫുട് പ്രിന്റ്, കാലിൻ്റെ അടി, കാലടി. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? പാദതലം, പാതാളം എന്ന് വിളിക്കുന്നത്. അല്ലാണ്ട് ഭൂമി പിടിച്ചാൽ പാതാളമൊന്നും കാണില്ല. അപ്പൊ ഈ സൂര്യൻ, ഉദിച്ചേരുന്ന സൂര്യന്റെ പേരാണ് വാമനൻ. ഉദിച്ചേരുന്ന സൂര്യന്റെ പേരാണ് വാമനൻ. ബോധ്യപ്പെടുന്നുണ്ടോ? അല്ല, അവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ കൊണ്ടും പഴയ മഹാബലിന്റെ മാവേലി നാടുവാണിയിലും കാലം മനുഷ്യരെല്ലാരും കല പിടിച്ച് ബോധം കെട്ടി കഴിഞ്ഞാൽ ഒന്നുപോലെ ഇത് പാടിക്കൊണ്ടിരിക്കുവോ? ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ മതം മാറരുത് കേട്ടോ. പഴയ പാട്ട് പാടരുത്, പാട്ട് മാറ്റി പിടിക്കണം. മാവേലി നാട് വാഴയെങ്കിലും മനുഷ്യരെല്ലാം ഒന്നുപോലെ കരയാൻ കാരണം എന്താ? ഇരുട്ടിലെ ഭാര്യ അമ്മയെയും മക്കളെയും കണ്ടാൽ മനസ്സിലാവില്ല. അത് തന്നെ ഇരുട്ടിന്റെ പേരാണ് മഹാബലി എന്ന് പറയുന്നത്. മഹാബലി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഘോരാന്ധകാരം, ഇരുട്ട്. എല്ലാവരും ഒന്നുപോലെ ഇരിക്കും. അച്ഛനെ കണ്ടാൽ അറിയില്ല, അമ്മയെ കണ്ടാൽ അറിയില്ല. ഇരുട്ടിൽ ആർക്കും പരസ്പരം കണ്ടാൽ മനസ്സിലാവില്ല. അപ്പൊ അതിന്റെ പേരാണ് മഹാബലി. മഹാബലി ആരാണെന്ന് വെച്ചാൽ രാജാവാണെന്ന് ധരിച്ചേക്കണ്ട. കുറെ ആൾക്കാരുണ്ട്, മറ്റേ പൊളിച്ച കൊടയും ഭരിച്ചു ഒരു ചക്രവർത്തി രാജാവ് മഹാബലി തമ്പുരാൻ എന്നൊന്ന്. എവിടത്തെ മഹാബലി തമ്പുരാനാണ് എഴുന്നള്ളുന്നത്? സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ മഹാബലി തമ്പുരാൻ എഴുന്നള്ളുന്നത്. ഓരോ പ്രാകൃത കഥകളും കൊണ്ട് നടക്കുക. മഹാബലി തമ്പുരാൻ എന്നുള്ളത് സൂര്യൻ അസ്തമിച്ച മഹാബലിയുടെ കാലം. പരസ്പരം ആരും കണ്ടാൽ അറിയില്ല. അതന്നെ. പിന്നെ എപ്പോഴാളെ കണ്ടാൽ അറിയാം? സൂര്യോദയം വരുമ്പോൾ. സൂര്യ ഉദിച്ചു വരുന്ന സൂര്യന്റെ പേരാണ് വാമനൻ. ആ വാമൻ ആവശ്യപ്പെട്ടത് എന്താണ്? 3 അടി. എത്ര അടിയാ? 3 അടി. ആ 3 അടി കൊണ്ട് ഭൂമി സ്വർഗ പാതാളങ്ങൾ അളന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വാമന പ്രാംശു അമോഘ ശുചിരൂർജിത. 3ാമത്തെ അടി വെക്കാൻ സ്ഥലമില്ല. വാമന, ആ വാമനൻ പ്രാംശുവും അമോഘവും കൊണ്ട് 2 അടി കൊണ്ട് ലോകത്തെ അളന്നു. അമോഘമായ അവസ്ഥയെത്തി. ശുചിരൂർജ്ജമായ തന്റെ പാദങ്ങൾ കൊണ്ട് എവിടെ വെക്കണം ചോദിച്ചു. എവിടെ വെക്കണം? എൻ്റെ തലയിൽ വെച്ചോളാം. സൂര്യൻ ഉദിച്ച് തലയിലേക്ക് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തലയിലില്ലാതെ പിന്നെ എവിടെ വെക്കുക? കാലിൽ വെക്കുക, കയ്യിൽ വെക്കുക, എവിടെ വെക്കുക? സൂര്യരശ്മി തലക്ക് മുകളിൽ ഉദിച്ച് കയർന്നു കഴിഞ്ഞാൽ പിന്നെ എവിടെയായിരിക്കും ഉണ്ടാവുക? അപ്പോ എൻ്റെ നിഴൽ എവിടെയാ ചെന്നെത്തുക? സൂര്യൻ ഉദിച്ചെൻ്റെ തലക്ക് മുകളിൽ ഉദിച്ചു നിൽക്കുമ്പോൾ എൻ്റെ നിഴൽ എവിടെയാ ഉണ്ടാവുക? എവിടെ ഉണ്ടാവുക? ആ പാതാളത്തിൽ, പാദതലത്തിൽ, കാലിൻ്റെ അടിയിൽ. എൻ്റെ നിഴല് പോയി കാലിൻ്റെ അടിയിൽ പോകുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? പാതാളത്തിൽ പോയി എന്ന് പറയുന്നത്. ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ ജന്തുക്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ ആവോ? മനസ്സിലാവുന്നുണ്ടോ? സൂര്യൻ തലക്ക് മുകളിൽ ഉദിച്ചു നിൽക്കുമ്പോൾ എൻ്റെ ശരീരത്തെക്കുറിച്ചുള്ള ബോധം, എൻ്റെ ശരീരത്തിൻ്റെ നിഴല്, എൻ്റെ അഹങ്കാരം എവിടെ പോയി ചേരുന്നു? എൻ്റെ കാലിൻ്റെ അടിയിൽ പോയി ചേരുന്നു. ആ കാലിൻ്റെ അടിയിൽ അല്ലെ പാതാളത്തിൽ, പാദതലത്തിൽ പോയി ചേരുന്നതിനെയാണ് പാതാളത്തിൽ പോയി എന്ന് പറയുന്നത്. അപ്പൊ ഇരുട്ടാകുന്ന, ഘോരമായ ഇരുട്ടാകുന്ന ആ മഹാബലി, ബലിഷ്ടമാകുന്ന അന്ധകാരം,
ആ ബലിഷ്ഠമാകുന്ന അന്ധകാരം എവിടെ പോയി ചേർന്നു? കാലിൻ്റെ അടിയിലേക്ക് പോയി ചേർന്നു. ആ കാലടിയുടെ പേരാണ് പാദതലം, പാതാളം. ഇത് ഹിന്ദുക്കൾക്ക് വേറില്ല, മുസ്ലിങ്ങൾക്ക് പാതാളമില്ല, ക്രിസ്ത്യാനിക്ക് സൂര്യനില്ല, നായർക്ക് മാത്രം സൂര്യൻ, ബ്രാഹ്മണന് വാമനൻ, അങ്ങനെയൊക്കെ ഉണ്ടാവും. വാമനൻ ഈ നായരുടെ പാതാളമല്ല, ഈഴവന്റെ പാതാളം. ഈഴവന്റെ പാതാളമല്ല, മറ്റേ കൊലയന്റെ പാതാളം. അങ്ങനെയുണ്ടോ? ചിന്തിക്കൂ. ഈ സപ്താഹം കഴിയുമ്പോൾ നിങ്ങൾ പുനർജീവിതം നടത്തി നിങ്ങളുടെ പുതിയ ജീവിതം തുടങ്ങണം. ഈ സപ്താഹം കഴിഞ്ഞാൽ നിങ്ങൾ പുതിയ ജീവിതം ആരംഭിക്കണം. നിങ്ങളുടെ പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളൊക്കെ കടലെറിഞ്ഞ് ഒരു നവീകരണ കലശം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണം. അമ്പലത്തിൽ മാത്രം നവീകരണം നടത്തിയാൽ പോരാ. നമ്മുടെ ചിന്തകളിൽ നവീകരണം നടത്തണം, നമ്മുടെ ജീവിതത്തിൽ നവീകരണം നടക്കണം. ഇത്തരത്തിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വലിച്ചു ദൂരെ എറിയണം, വിവരക്കേടുകളൊക്കെ പുറന്തള്ളണം, ശാസ്ത്രീയമായ ചിന്തകളും ശാസ്ത്രീയമായ ജീവിതവും നയിക്കണം. നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളിൽ പറഞ്ഞതിൻ്റെ സത്യത്തെ അന്വേഷിക്കണം. എന്താണ് സത്യം അന്വേഷിച്ച് കണ്ടെത്തണം. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് ആയിരക്കണക്കിന് പുസ്തകം വായിച്ചിട്ടാണ്. ആയിരക്കണക്കിന് ആ സന്യാസിമാരുടെയും ഗുരുനാഥന്മാരുടെയും കാലിൽ വീണ് തഴമ്പ് വന്നതിന് ശേഷമാണ്. എന്നാൽ ചുമ്മാ മൈക്കിലൂടെ നിങ്ങളോട് അധികാരികമായിട്ട് പറയാൻ സാധിക്കില്ല. ആ പറയണമെങ്കിൽ കരുത്തോടുകൂടി തൻ്റെ ഇടത്തോടുകൂടി നട്ടൽ നിവർത്തി പറയണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടുണ്ട്, പണിയെടുക്കണം. തനിയൊന്നും പറയാൻ പറ്റില്ല. ഹരേ കൃഷ്ണ ഗോവിന്ദാന്ന് പറഞ്ഞ് പാട്ടും മാറി കൈമുട്ടി പോകാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട, അറിവൊന്നും വേണ്ട. ഇതൊക്കെ പറയണമെങ്കിൽ കുറച്ച് ബുദ്ധിയും വിവരമൊക്കെ ഗുരുനാഥന്മാർ തരണം. നമ്മൾക്ക് കിട്ടില്ല. ഗുരുനാഥന്മാരുടെ കാലിൽ പോയി വീഴണം. അപ്പോൾ അവർ പറഞ്ഞുതരും സത്യം എന്താണ്, ധർമ്മം എന്താണ്. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിവരക്കേടുകൾ എന്താണ് എന്നൊക്കെ ആചാര്യന്മാർ ഉപദേശിച്ചു തരും. അപ്പം അത് മനസ്സിലാക്കി നമ്മൾ സത്യത്തോടുകൂടി ധർമ്മത്തോടുകൂടി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.